ഇത് ശൂലംകുത്തി എന്ന് പറയുന്നത്. ശൂലംകുത്തി എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഉഗ്രസ്വരൂപിണിയായിട്ട് ഇവിടെ നിലകൊള്ളയാണ്. അവിടെ ശാന്തസ്വരൂപിണിയും ഇവിടെ ഉഗ്രസ്വരൂപിണിയും. കാണിക്കാർ 8 പിള്ളമാരെ ഭയന്ന് മഹാരാജാവ് ഇവിടെ അഭയം പ്രാപിക്കുകയും അപ്പോൾ ധർമ്മശാസ്താവ് പ്രത്യക്ഷം ചെയ്തപ്പോൾ കാളിമലയിൽ ശൂലംകുത്തിയിൽ കാണിക്കാർ മഹാരാജാവിന് അഭയം കൊടുത്തതുകൊണ്ട് 600 ഏക്കർ ചെമ്പുപ്പട്ടയം ഒഴിവാക്കി ഇവിടെ കൊടുക്കുകയും ഇവിടെ കാണിക്കാർക്ക് പൂജ ചെയ്യാനുള്ള ഒരു സ്ഥാനം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ശൂലംകുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് കാണിക്കാർ പൂജ ചെയ്ത് വരെയാണ്. അവരുടെ ഇതാണ് ഇവിടെ പൂജ ചെയ്യുന്ന ഏക സ്ഥലം കാണിക്കാരുടെ. ബാക്കി നമ്മുടെ ട്രസ്റ്റാണ്. എന്നാലും ഇതും ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ്. കാളിമല ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ RSSന്റെ അണ്ടറിലാണ് സാർ. കാളിമല ക്ഷേത്രത്തിലേക്കുള്ള മലകയറ്റം തുടരുകയാണ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ വരമ്പതി മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന കാളിമല ശ്രീ ലോകാംബിക ക്ഷേത്രം, ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഈ മല കയറുന്നത്. സഹ്യപർവ്വത മുകളിൽ സ്ഥിതി ചെയ്യുന്ന കാളിമല ദക്ഷിണ ഭാരത തീർത്ഥാടന കേന്ദ്രമാണ് എന്നത് വളരെ പ്രസിദ്ധവുമാണ്. പരാശക്തിയുടെ മാതൃരൂപമായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാ മൂർത്തി. അതോടൊപ്പം തുല്യ പ്രാധാന്യത്തോടെ ധർമ്മശാസ്ത്ര ക്ഷേത്രവുമുണ്ട്. ശിവനും ഗണപതിയും ഉപദേവതകൾ ആയി ഇവിടെയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി അധികം ഉയരത്തിൽ മലമുകളിൽ സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുന്ന ഏക ഭഗവതി സ്ഥാനമാണ് ഈ കാളിമല ക്ഷേത്രം. നമ്മളിതാ കാളിമല ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രഭാതത്തിലേ എത്തിയവർ പൊങ്കാല ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മൾ ഈ കാണുന്നത് അടുത്ത പൊങ്കാല അർപ്പണത്തിന് വേണ്ടിയിട്ട്, അതായത് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടിയിട്ട് അത് തളിക്കൽ ചടങ്ങുകളൊക്കെ നടക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് പൊങ്കാല കൊണ്ടുപോകേണ്ടത്. പല സ്ഥലങ്ങളിലും പൊങ്കാല ഇടുന്നത് നമുക്ക് കാണാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരേ സമയം ഭണ്ഡാരടുപ്പിൽ നിന്നും തീ പകർന്ന് പൊങ്കാല അർപ്പിക്കൽ തുടങ്ങുന്നു, പൊങ്കാല ഇടൽ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ 2 മണിക്കൂറിനകത്ത് പൊങ്കാല ഇട്ട് തീർന്നിരിക്കും. എന്നാൽ ഈ കാളിമലയിലെ പൊങ്കാലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഈ മല കയറി ഏകദേശം 3-3.5 കിലോമീറ്ററിലധികം മല കയറി വന്നു വേണം ഇവിടെ പൊങ്കാലയിടാൻ. അതുകൊണ്ട് തന്നെ പ്രഭാതം മുതൽ ഈ വൈകുന്നേരം വരെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വരുന്നവർ പൊങ്കാലയിടും. എന്നാൽ കൂട്ടത്തോടെ വന്ന് പൊങ്കാല ഇട്ടവരാണ് കുറച്ചുപേർ നമ്മൾ ഇവിടെ ഈ കാണുന്നത്. അപ്പൊ പൊങ്കാല ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും വന്നവർ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നുണ്ട്, കാരണം ഇത് ഒരു പ്രാവശ്യം കൊണ്ട് പൊങ്കാല തളിച്ച് തീർക്കില്ല. പൊങ്കാല വരുന്നവർക്ക് വൈകുന്നേരം വരെ, രാത്രി 12 വരെയും ഇവിടെ പൊങ്കാല അർപ്പിക്കാം. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നാണ് അധികാരികൾ പറയുന്നത്. അതാണ് ഇവിടുത്തെ ഒരുപക്ഷെ ഒരു ക്ഷേത്രത്തിലും കാണാത്തൊരു പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നാഗദേവതകളുടെ ഒരു പ്രതിഷ്ഠകളാണ് നമ്മൾ കണ്ടത്. ഇവിടുത്തെ നാഗമൂർത്തി, അതായത് 5 തലയുള്ള നാഗമൂർത്തി ഉണ്ടെന്നും ഭഗവാൻ പണ്ട് മാർത്താണ്ഡവർമ്മ ഇവിടെ ഒളിവിൽ വന്നപ്പോൾ സംരക്ഷിച്ചു നിർത്തിയെന്നൊക്കെയുള്ള ഒരു ഐതിഹ്യം നമ്മുടെ ഇവിടുത്തെ ആദിവാസികളായ കാണിക്കാർ പറയുന്നുണ്ട്. അതിമനോഹരമായ ദൃശ്യമാണ്, ഏറ്റവും മനോഹരമായ ദൃശ്യം. ഒരുപക്ഷെ ഈ 3600 അടി മുകളിൽ നമ്മൾ സമയങ്ങളെടുത്ത് നടന്ന് കയറി വരുമ്പോൾ കാണുന്ന മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന കാഴ്ചയാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നതാണ്. ഒരു സെൽഫി എടുത്തു. സാധാരണ അങ്ങനെ ഒരു സെൽഫി എടുക്കുന്ന രീതി എനിക്കില്ല. എങ്കിലും ഈ ക്ഷേത്രവും പരിസരവും കൂടി ഒരുമിച്ച് കാണുന്നതിന് വേണ്ടിയിട്ടൊരു സെൽഫി എടുത്തതാണ്. എന്തായാലും ഇവിടെ പൊങ്കാല അർപ്പണത്തിൻ്റെ സമയം എത്തിയിരിക്കുന്നു. 11:45 സംഘാടകർ പൊങ്കാല അർപ്പിക്കാൻ തളിക്കൽ അതിൻ്റെ അർപ്പിക്കലൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. പരാശക്തിയുടെ
മാതൃരൂപമായ ഭദ്രകാളിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങുകൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നു, പൂർത്തിയായിരിക്കുന്നു. പണ്ടാര അടുപ്പിൽ നിന്നും പൊങ്കാല ഇറക്കി താഴെ വയ്ക്കുകയും ഇനി അത് നിവേദ്യം ദേവിക്കും ഒക്കെ അർപ്പിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. അതിൻ്റെ ദീപാരാധനയും മറ്റുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊങ്കാല തളിക്കുന്നതിനായി പുറപ്പെടാനുള്ള ശ്രമമാണ്. അവിടെ ക്ഷേത്ര നടയിൽ നിന്നും പൊങ്കാല തളിക്കൽ ഇതാ തുടങ്ങിയിട്ടുണ്ട്. പൊങ്കാല തളിക്കുന്ന ചില ദൃശ്യങ്ങളാണ് ഞാൻ പകർത്തിയിട്ടുള്ളത്. നിരവധി പ്രത്യേകതകളാണ് ഇവിടുത്തെ പൊങ്കാലയ്ക്ക് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഏത് സമയത്ത് വന്നും പൊങ്കാലയിടാം. ഒരു കൃത്യസമയത്ത് വരികയും കൃത്യസമയത്ത് പൊങ്കാലയിട്ട് തീർക്കുകയും ചെയ്യുന്ന രീതിയല്ല ഇവിടെ ഉള്ളത്. രണ്ട്, ഇവിടെ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ ചുടുകല്ല് കൊണ്ടുവന്ന് വളരെ ഭദ്രമായിട്ട് വളരെ മനോഹരമായിട്ട് അടുപ്പ് കൂട്ടിയിട്ടാണ് പൊങ്കാലയിടുന്നത്. പക്ഷെ ഇവിടെ പ്രകൃതിയുടെ ഇവിടെ കിട്ടുന്ന പാറക്കല്ലുകളും ഒക്കെ പറക്കി വച്ചിട്ടാണ് അടുപ്പുണ്ടാക്കുകയും ആ അടുപ്പിലാണ് പൊങ്കാല അർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞു, മനോഹരമായ ദൃശ്യം, കണ്ണിനും മനസ്സിനും ഒക്കെ നമ്മൾ ഇത്രയും നടന്ന് കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ക്ഷീണം ഒരു നിമിഷം കൊണ്ട് മാറിക്കിട്ടുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അത്ര മനോഹരമാണ്. ഈ മനോഹരമായ ദൃശ്യങ്ങൾ മാത്രം ഞാൻ പ്രത്യേകിച്ച് പകർത്തിയിട്ടുണ്ട്. അത് ഈ പൊങ്കാല ഇതിൻ്റെ എപ്പിസോഡ്, ഈ പാർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാർട്ടിൽ ഞാൻ അതിൻ്റെ ഈ മനോഹരമായ ദൃശ്യങ്ങളുടെ വളരെ മനോഹരമായ പനോരമിക് വിഷൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ ഞാൻ പകർത്തിയിരിക്കുന്നത്. അത് മനോഹരമായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇത് വളരെ മനോഹരമാണ്. 3600 അടി ഉയരത്തിൽ നമ്മൾ ഇങ്ങനെ ഭൂമിയുടെ ഏറ്റവും മുകളിൽ, നമ്മുടെ വാസസ്ഥലത്തിന് ഏറ്റവും മുകളിൽ ആകാശത്ത് നിൽക്കുന്നത് പോലുള്ള ഒരു കാഴ്ചയാണ്. അതിൻ്റെ മുനമ്പിലാണ് ഈ ക്ഷേത്രം, പരാശക്തിയുടെ മാതൃരൂപമായ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആൾക്കാർ അർച്ചന നടത്തുകയും പ്രസാദം വാങ്ങുകയും ചെയ്യുന്ന തിരക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. പൊങ്കാലയിട്ട് മടങ്ങുന്നവരെയും നമ്മളിതാ ഇവിടെ കാണുന്നു. വനത്തിൻ്റെയും മലയിടുക്കുകളുടെയും ശാന്തതയിൽ പ്രാചീന ദ്രാവിഡ രീതിയിലുള്ള ഒരു ശക്തി സങ്കല്പം, അതാണ് കാളിമല. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രത്തിന്റെ പഴക്കം ആർക്കും തന്നെ നിശ്ചയമില്ല. പ്രാചീന ചരിത്രാതീത കാലത്തെ ഗുഹാനിവാസികളുടെ കാലത്തോളം പഴക്കം വരും ഈ വിശ്വാസ സങ്കല്പത്തിന് എന്നാണ് ഇവിടെ എത്തിയവരെല്ലാം നമ്മളോട് പറഞ്ഞത്. വരമ്പതി മലയിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന അഗസ്ത്യമുനിയുടെ തപസ്സിൽ സന്തുഷ്ടനായ ശ്രീ ധർമ്മശാസ്താവ് അഗസ്ത്യമുനിക്ക് നേരിട്ട് ദർശനമേകിയെന്നും മുനിയുടെ തപശക്തിയിൽ മലമുകളിൽ രൂപം കൊണ്ട ഉറവയിൽ നിന്നും ഔഷധ ഗുണമുള്ള ജലം പ്രവഹിച്ചു തുടങ്ങിയെന്നും കൊടും വേനലിൽ പറ്റാത്ത ഉറവയായി മാറിയെന്നും പറയപ്പെടുന്നുണ്ട്. ശക്തി തീർത്ഥം അഥവാ ദേവീ തീർത്ഥം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ദുരിത ശാന്തിക്കായി ഗംഗാതീർത്ഥം പോലെ കാളി തീർത്ഥവും വീടുകളിൽ കൊണ്ടുപോയി പവിത്രമായി ഭക്തർ സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ നിന്നും പൊങ്കാലയിടുന്നവർ പലരും ഈ കാളി തീർത്ഥത്തിൽ നിന്നും ജലം ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന രീതിയുമുണ്ട്. ചിത്രാ പൗർണമി നാളിൽ 10,000-കണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നത് ഈ ശക്തി തീർത്ഥത്തിലെ ജലം കൊണ്ടാണ് എന്നത് നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടതാണ്. അഗസ്ത്യമുനി തപസ് അനുഷ്ഠിച്ച സ്ഥലത്ത് ഒരു സർപ്പം കല്ലായി കിടക്കുന്നുണ്ട് എന്ന വിശ്വാസവും നിലവിലുണ്ട്. എന്നാൽ 8 വീട്ടിൽ പിള്ളമാരുടെ ആക്രമണം ഭയന്ന് കുനിച്ചിമലയിലെത്തിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ വനവാസി ബാലന്റെ രൂപത്തിലെത്തിയ ധർമ്മശാസ്താവ് രക്ഷപ്പെടുത്തിയെന്നും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ക്ഷേത്രത്തിന്റെ പേരിൽ 600 ഏക്കർ ഭൂമി കരം ഒഴിവാക്കി പട്ടയം നൽകിയെന്നും മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. എന്തായാലും
ഇവിടെ പൊങ്കാല ഇടലും ഒക്കെ പൊങ്കാല അർപ്പിക്കൽ ചടങ്ങ് കഴിഞ്ഞെങ്കിൽ പോലും വീണ്ടും വീണ്ടും പൊങ്കാല ഇടൽ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ രാത്രി 12 മണി വരെയും പൊങ്കാല ഇടാൻ അനുവാദം ക്ഷേത്ര ഭാരവാഹികൾ നൽകുന്നുണ്ട്. കാരണം അവിടെ നിന്നും മലമുകളിൽ കയറി വന്ന് ഇവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് പൊങ്കാലയിടാൻ കഴിയുന്നത്. അതിനോടൊരു പ്രത്യേക നിശ്ചിത സമയക്രമമൊന്നും ക്ഷേത്ര ഭാരവാഹികൾ പൊങ്കാലയിടാൻ കൊടുത്തിട്ടില്ല. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ പൂജ അർപ്പിക്കുവാൻ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. കാളിമല അന്നൂരി നെല്ല് എന്ന ഒരു അത്ഭുത നെല്ല് ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ അന്നൂരി നെല്ലിന് ചില നിരവധി പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നും അത് രാവിലെ കതിരാവുകയും ഉച്ചയോടുകൂടി നെല്ലായി അസ്തമയത്തിന് മുമ്പായി പഴുത്ത് പൊഴിയുകയും ചെയ്യുന്ന ദൈവിക ശക്തിയുള്ള നെല്ലാണ് അന്നൂരി നെല്ല് എന്നാണ് വിശ്വാസം. എന്തായാലും ആ അന്നൂരി നെല്ല് എന്ന് പറയപ്പെടുന്നത് ഈ നെല്ല് ഉതിർത്ത് ഭക്തർ കൊണ്ടുവരുന്ന അരിയുടെ കൂടെ ചേർത്ത് പൊങ്കാല അർപ്പിക്കുമായിരുന്നു എന്നും പുണ്യമായ അന്നൂരി നെല്ല് പൊങ്കാലയിലെത്തിയാൽ പൊങ്കാല കലത്തിലുണ്ടായിരുന്നാൽ ഒറ്റ വറ്റ് പോലും അവശേഷിക്കാതെ പൊങ്കാല മുഴുവൻ തിളച്ച് പുറത്തേക്ക് പൊങ്ങുമെന്നും പറയപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളെല്ലാം ഇവിടെ ഇപ്പോൾ പറയും. ഇത് മറ്റൊരു ക്ഷേത്രമാണ്, ഈ കാളിമലയിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ അന്നൂരി നെല്ല് പൊങ്കാലക്കലത്തിൽ ഉണ്ടായിരുന്നാൽ ഒറ്റവറ്റ് പോലും ഒഴിയാതെ മൊത്തം തിളച്ച് പൊന്തുമെന്നാണ് വിശ്വാസമുള്ളത്. കാളിമലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പേ നേരത്തെ അവതരിപ്പിച്ചതാണ്. എന്തായാലും വളരെ മനോഹരമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. നമ്മൾ മറ്റൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ ശൂലംകുത്തി എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. ഇവിടെ ഉഗ്രസ്വരൂപിണിയായ കാളിദേവി ഉണ്ട് എന്നാണ് ഇവിടുത്തെ കാണിക്കാരായ ആദിവാസികളും അതുപോലെ വനവാസികളുമായ കാണിക്കാരുടെ വിശ്വാസം. അവരത് പറയുന്നുണ്ട്. അവരുടെ ഒരു പ്രത്യേക പൂജയാണ്. ഇതാ ക്ഷേത്രത്തിൽ ഇങ്ങനെ ക്ഷേത്രത്തിനകത്തേക്ക് ആ ദർശനം നടത്താൻ വേണ്ടിയിട്ട് ഭക്തർ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ശൂലംകുത്തി എന്ന ആൽത്തറയിലേക്കുള്ള കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് ശൂലംകുത്തി എന്ന് പറയുന്നത്, ശൂലംകുത്തി എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഉഗ്രസ്വരൂപിണിയായിട്ട് ഇവിടെ നിലകൊള്ളയാണ്. അവിടെ ശാന്തസ്വരൂപിണിയും ഇവിടെ ഉഗ്രസ്വരൂപിണിയും. കാണിക്കാർ 8 പിള്ളമാരെ ഭയന്ന് മഹാരാജാവ് ഇവിടെ അഭയം പ്രാപിക്കുകയും അപ്പോൾ ധർമ്മശാസ്താവ് പ്രത്യക്ഷം ചെയ്തപ്പോൾ കാളിമലയിൽ ശൂലംകുത്തിയിൽ കാണിക്കാർ മഹാരാജാവിന് അഭയം കൊടുത്തതുകൊണ്ട് 600 ഏക്കർ ചെമ്പുപ്പട്ടയം കരമൊഴിവാക്കി ഇവിടെ കൊടുക്കുകയും ഇവിടെ കാണിക്കാർക്ക് പൂജ ചെയ്യാനുള്ള ഒരു സ്ഥാനം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ശൂലംകുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് കാണിക്കാർ പൂജ ചെയ്ത് വരെയാണ്. അവരുടെ ഇതാണ് ഇവിടെ പൂജ ചെയ്യുന്ന ഏക സ്ഥലം കാണിക്കാരുടെ. ബാക്കി നമ്മുടെ ട്രസ്റ്റാണ്. എന്നാലും ഇതും ട്രസ്റ്റിന്റെ അണ്ടറിലാണ്. കാളിമല ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ RSSന്റെ അണ്ടറിലാണ്. ഈ കാളിമല ട്രസ്റ്റ് എത്ര സ്ഥലമുണ്ട്? കാളിമല ട്രസ്റ്റിന് 600 ഏക്കർ ചെമ്പുപ്പട്ടയം കരം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അതിപ്പോഴും കയ്യിലുണ്ട്. മൂനിച്ചി, കൊണ്ടകട്ടി, വരമ്പതി എന്ന് പറയുന്ന 3 സ്ഥലവും കാളിമലയ്ക്ക് സ്വന്തമാണ്. അതിപ്പോഴും നമ്മുടെ കയ്യിലാണ്. കുറെ കാലം കൊണ്ട് അവര് കുറെ ആളുകൾ കുറെ ഭൂമികൾ കയ്യേറി പണ്ടുള്ള ആൾക്കാർ പട്ടയം കൊടുക്കുന്നതിന് പെട്ടെന്ന് പട്ടയം കൊടുക്കുകയും അങ്ങനെയൊക്കെ കുറെ ഭൂമികൾ കയ്യേറുകയും ചെയ്തതുകൊണ്ട് ഇപ്പോഴ് അതൊന്നും ചെയ്യാതെ ഇത് കാളിമല എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കാളിമലയുടെ ഭാഗത്ത് കുറെ ഏക്കർ പോയി. എന്നാലും ഇപ്പോൾ കുറച്ചുണ്ട്. പിന്നെ ഞങ്ങൾ കാളിമല ട്രസ്റ്റ് കുറെ ഏക്കർ വാങ്ങിച്ചിരിക്കുന്നു. അതിന്റെ പിന്നിൽ കുറേയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. ഈ മറ്റു മതക്കാരങ്ങനെ കൈകാരിക്കൊണ്ട് പോയിട്ടുണ്ടോ? മറ്റു മതക്കാരെന്നല്ല, പണ്ടുള്ള ആളുകൾ വനവാസങ്ങളിൽ കാണിക്കാറ് വനവാസങ്ങളിൽ താമസിക്കുമ്പോൾ നാട്ടിലുള്ള ജനങ്ങൾ വരുമ്പോൾ ഇവർ ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുള്ളത് കൊണ്ട് നാട്ടിലെ ജനങ്ങൾ കയറി അവർ വെട്ടിപ്പിടിച്ച ഭൂമികൾ വില്ലേജ് ഓഫീസറിൽ നിന്ന് സ്വന്തം പട്ടയം വാങ്ങിച്ച് അങ്ങനെയൊക്കെ സ്വന്തം ഭൂമിയാക്കി എടുത്തിട്ടുണ്ട്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.